ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൊണ്ട് ചെയ്താൽ ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ആയതായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മേ ബി ക്ലാസ് ആയിട്ട് എടുത്തില്ല, അതിൻ്റെ നോട്ട്സ് അയച്ചു തരത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് ചാപ്റ്റർ ഫിനിഷ് ആവും. അപ്പോൾ ആ 3rd ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് നോക്കിയാലും മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക്സ് പറയുവാണ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 ടാൻജൻസ് ഉണ്ട്. സോ ടാൻജൻസ് ഇതെന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. സോ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ലൈൻ വരച്ചിരിക്കുന്നു. സോ നമുക്കറിയാം ടാൻജന്റും സർക്കിളിന്റെ റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. സോ ABOC എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ABOC ക്വാഡ്രിലാറ്ററൽ ആണ്. സോ ഇവിടെ 90, ഇവിടെ 90. സോ 90 + 90 എത്രയാണ്? 180. നമുക്കറിയാം ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 360. അപ്പൊ 360 ഓൾറെഡി ഉള്ള 90 + 90 180 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നത്? 180. ഈ 2 ആംഗിൾസും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഈ 2 ആംഗിൾസും കൂട്ടുമ്പോൾ 180 ഡിഗ്രി മീൻസ് അതിന് നമുക്ക് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 180 - x. അപ്പൊ ഇതാണ് ശരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയല്ല, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറക്റ്റ് റീസൺ എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ABOC എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ 2 ആംഗിൾ 90 ആവുമ്പോൾ 360 180 ഞാൻ കുറച്ച് കളയാം. 90 + 90 കുറച്ച് കളയുമ്പോഴത്തേക്ക് 180 കുറയ്ക്കും. ബാക്കി എത്ര വരും? 180 വരും. സോ ഈ 2 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 10. എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈസ് സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. സ്പീഡിൽ വായിച്ചാൽ ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അത് സ്ലോയില് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് സ്പീഡിൽ വായിക്കുവാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ആംഗിൾ ബിറ്റ്വീൻ 2, ഇത് ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ് ആണോ? അല്ല. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. ഇതോ? ഇത് ആംഗിൾ ബിറ്റ്വീൻ 2 റേഡിയസ്. ഇതോ? ആംഗിൾ ബിറ്റ്വീൻ എ ടാൻജന്റ് ആൻഡ് റേഡിയസ്. സോ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ്. അപ്പൊ ഇനി എല്ലാവർക്കും മനസ്സിലാവും. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ, അതൊക്കെ വരച്ചിട്ടുണ്ട്. ഈ സപ്ലിമെന്ററി, ഈ ആംഗിൾ സപ്ലിമെന്ററി ആണ് ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും തമ്മിൽ സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. 2 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ആ 2 പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന 2 ലൈൻ സെഗ്മെന്റ്. ആ 2 ലൈൻ സെഗ്മെന്റുകൾക്കിടയിലുള്ള ആംഗിളുമായിട്ട് എന്താണ്? സപ്ലിമെന്ററി എന്നാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കുക. ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ്, ഈ ആംഗിൾ ഈ സപ്ലിമെന്ററി ടു ദ ആംഗിൾ എങ്ങനെ മേക്ക് ചെയ്യുന്നതാണ്? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റുകളെയും സർക്കിളിന്റെ സെന്ററിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനിടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എത്ര ആയിട്ടാണ് സപ്ലിമെന്ററി തെളിയിക്കാനുള്ളത്. സോ അപ്പൊ ഇത് OBയും OCയും റേഡിയസ് എന്ന് പറയേണ്ട, എന്ത് പറയാൻ പറ്റും? പോയിന്റ് ഓഫ് കോണ്ടാക്ട് Bയും Cനെയും സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് BOയും COയും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവും. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ടാൻജൻസ് drawn from an external point to a circle is supplementary to the angle subtended by the line segment joining the point of contact at the center.
സോ ഈ രണ്ട് ആംഗിൾസ് എത്രയാണെന്ന് തെളിയിക്കണം? സപ്ലിമെന്ററി ആണെന്ന് തെളിയിക്കണം. സോ അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ് എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഗിവൺ നമുക്ക് എഴുതാൻ പറ്റും. അതൊന്നും ഞാൻ നോട്ട്സ് കിട്ടുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ലെറ്റ് O ബി ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഞാൻ നോട്ട്സിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് എഴുതാൻ പറ്റും. അതൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ലെറ്റ് O ബി ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് എ ബി ആൻഡ് സോ ഇവിടെ പി എയും പി ബി എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ പി എ എന്നാക്കിക്കോ, അല്ലെങ്കിൽ നോട്ട്സ് കിട്ടുമ്പോൾ വേറെ ആയിരിക്കും. ഓക്കെ, പി എ ആൻഡ് പി ബി ആർ ദ ടു ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്ത്? ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 180 ഡിഗ്രി. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടു പ്രൂവ് എന്ത്? ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ഒ ബി, ഈ രണ്ട് ആംഗിൾസ് എന്താണെന്ന് തെളിയിക്കണം? 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോവുകയാണ്. പ്രൂഫിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ രണ്ട് ആംഗിൾസ് എന്താന്ന് പറയണം? നമ്മൾ 90 ഡിഗ്രി ആണെന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് പറയണം? ആംഗിൾ എന്താ? പി എ ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ബി ഒ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. കാരണം എന്താ പറയണം? ആംഗിൾ ബിറ്റ്വീൻ എന്താണ്? ടാൻജന്റ് ആൻഡ് റേഡിയസ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് എത്ര? അത്രയും വേണ്ട, അത്രയും മതി. സോ ഈ രണ്ട് ആംഗിളുകളും 90 ആണെന്ന് പ്രത്യേകം എടുത്ത് പറയണം. എന്നിട്ട് നമ്മൾ പറയണം ഇൻ ക്വാഡ്രിലാറ്ററൽ എ പി ബി ഒ, അതിനകത്ത് ആംഗിൾ പി, ഈ ആംഗിൾ പി പ്ലസ് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ പി എ ഒ പ്ലസ് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ പി ബി ഒ പ്ലസ് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ ഒ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറയാൻ പറ്റും. ഇതിന് പി എന്ന് പറയണ്ട, ആംഗിൾ എ പി ബി എന്ന് പറയാൻ പറ്റും. എ പി ബി. അപ്പൊ ഈ നാല് ആംഗിളുകളുടെയും പേര് കൂട്ടി എഴുതിയിട്ട് എന്ത് കൊടുത്തു? 360 ഡിഗ്രി എന്ന് കൊടുത്തു. ഇത് നമുക്കറിയത്തില്ല, therefore എ പി ബി അവിടെ തന്നെ എഴുതി. ഇത് നമുക്കറിയാം, പി എ ഒ എത്രയാണ്? 90 ഡിഗ്രി. പി ബി ഒ എത്രയാണ്? 90 ഡിഗ്രി. എ ഒ ബി എത്രയാണ്? അത് നമുക്കറിയത്തില്ല. എ ഒ ബി ഇസിക്കൽ ടു എത്ര? 360. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പം ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ഒ ബി ഇസിക്കൽ ടു, ശ്രദ്ധിക്കുക, ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. ആ 180 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. therefore 360 മൈനസ് 180 ഇസിക്കൽ ടു എത്ര? 180. അതായത് ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ഒ ബി ഇസിക്കൽ ടു എത്ര? ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയാ? 180 ഡിഗ്രി. therefore നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ആംഗിൾസ് എത്രയാണ്? ആ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആംഗിൾ എ പി ബി ആൻഡ് എന്താണ്? ആംഗിൾ എ ഒ ബി ആർ എന്ത്? സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പൊ ഇത്രയൊന്നും വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. എത്ര മാർക്സിന് ചോദിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ പ്രൂഫ് അറിഞ്ഞിരിക്കണം. പ്രൂഫ് അറിഞ്ഞിരിക്കുന്നതിലുപരി ഈ ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. ഇത്രയും പ്രൂഫ് എഴുതി തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ആവശ്യമുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. നോട്ട്സ് കിട്ടാത്തവര് എന്റെ ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോട്ട്സ് അയച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ആ ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഒരു ട്രയാങ്കിൾ അല്ലെ. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് വെച്ചു. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, സോറി, എല്ലാ സൈഡ്സും ഈക്വൽ അല്ല. നമുക്ക് അറിയത്തില്ല, സൈഡ്സ് നമുക്ക് അറിയത്തില്ല. എയും ബിയും സിയും ആണ് ഇതിന്റെ സൈഡ്സ് എന്ന് വെച്ചു. അപ്പൊ ഇത് സ്കെയിലൻ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല, ഹിറോൺസ് ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. ഒരു ചാപ്റ്റർ തന്നെ ഹിറോൺസ് ഫോർമുല ആയിരുന്നു. സോ അതെങ്ങനെയാണ്? ആദ്യം എസ് കണ്ടുപിടിക്കണം. സെമി പെരിമീറ്റർ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലെ? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലേ?
അതെ, a plus b plus c by 2. ഈ സെമി പെരിമീറ്റർ. അപ്പം ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിന്റെ എ ബി സി സൈഡ്സ് ആണെങ്കിൽ, അപ്പൊ എയും ബിയും സിയും എന്തുവാ, ഇതിന്റെ സൈഡ്സ് ആണ്. അപ്പം എസ് കണ്ടുപിടിക്കണം. എസ് കണ്ടുപിടിച്ചാൽ പിന്നെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് എസിന്റെ ഒപ്പത്തിൽ മാറ്റി എഴുതാം. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് കരുതുക, എ ബി ആൻഡ് സി. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഇതിന്റെ ഏരിയ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അടുത്തത്, ഈ സെയിം ട്രയാങ്കിൾ തന്നെയാണ് ഇത്തിരി വലുതാക്കി ഞാൻ വരച്ചിട്ടുള്ളത്. ഈ സെയിം മെഷർമെന്റ് ആണെന്ന് കരുതുക. വേണ്ട, ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ സെയിം ട്രയാങ്കിൾ തന്നെയാണെന്ന് കരുതുക. ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, എ ബി സി ഈ സെയിം മെഷർമെന്റ് ആണെന്ന് കരുതുക. അപ്പൊ ഇതില് എ ബി സി ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിന്റെ ഹൈറ്റ്, ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് ഇത് ഹൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഒരു വെർട്ടെക്സിൽ നിന്നും, അത് മനസ്സിലാക്കി വെക്കുക, ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ്. സോ ഈ ഹൈറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ചെയ്താൽ മതി. ഹാഫ് ബി എച്ച് ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തിനാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്, എ ബി സി എന്ന് പറയുന്നത് സൈഡ്സ് മാത്രമേ ഉള്ളെങ്കിൽ, സ്കെയിലൻ ട്രയാങ്കിൾ ആണെങ്കിൽ, അല്ലെങ്കിലും സ്കെയിലൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വേറെ ഫോർമുല ഉണ്ടല്ലോ, ഏതാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ, ഇൻ കേസ് എ എ എ. അപ്പൊ ഏരിയ എന്തുവാ, √3a²/4. സോ അതൊന്നും ഇപ്പൊ ഓർക്കണ്ട ഇവിടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഫോർമുല ബുക്ക് എടുത്തിട്ട് അതിനകത്തോട്ട് ഇതൊക്കെ എഴുതി വെക്കാം. അപ്പം ഈ കേസിൽ ഹാഫ് ബി എച്ച് എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇത് രണ്ടും ഒന്ന്, ഈ രണ്ടും ട്രയാങ്കിൾ ഒന്നാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഏരിയ എന്തായിരിക്കും, ഈക്വൽ. അതായത് നമുക്ക് ഈ ഏരിയ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് എന്ന് എഴുതാം. ഒരേ ട്രയാങ്കിൾ ആണെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷൻ. ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ പറയാൻ പോകുന്നത്. നമുക്കിപ്പോ ഒരു വലിയ ട്രയാങ്കിൾ അറിയാമെന്ന് വെച്ചോ. ഓക്കെ, അതെനിക്ക് തന്നെ ഇതിന്റെ സെൻട്രോയിഡ്, ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആണെന്ന് കരുതുക. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ അറിയുന്നില്ല, അത് വേണ്ട, സെൻട്രോയിഡ് വേണം, അങ്ങനെ വേണമെന്നില്ല, ഒരു പോയിന്റ്. ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം ഇത് എ ബി സി, ഇത് പി ക്യു ആർ എസ്. ഓക്കെ, ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറൊരു ഐഡിയ ആയല്ലോ. നമുക്ക് ആദ്യം ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിളാ, ഈ പി ബി സി കൺസിഡർ ചെയ്യാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി സി, അത് കണക്ക് തന്നെ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ബി. അപ്പൊ എല്ലാം ആയല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഇതിനെ 3 ട്രയാങ്കിൾസ് ആയിട്ട് തരംതിരിച്ചിട്ട് കണ്ടുപിടിക്കാം. സോ നോക്കുക, എ ബി സി എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ആദ്യമേ പി ബി സി കണ്ടുപിടിക്കാം. ഈ ഇത്രയും പോർഷൻ അങ്ങ് പോയി. പിന്നെ എന്തുവാ, എ പി സി കണ്ടുപിടിക്കാം, അത്രയും പോർഷൻ മാറി. പിന്നെ എന്തുവാ, എ പി ബി. അപ്പൊ 3 ട്രയാങ്കിളുടെയും കൂടെ സമ്മാണ് വലിയ ട്രയാങ്കിൾ. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കേസ്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം പി ബി സിയുടെ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ പി ബി സിയുടെ ബേസ് ബി സി ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം, ബി സി ഇൻറ്റു അതിന്റെ ഹൈറ്റ്. അവിടെയാണ് തെറ്റി പോകരുതാത്തത്, ശ്രദ്ധിക്കണം. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, കണ്ടേ, പി ആണ് ഒരു വെർട്ടെക്സ്, ബി ആണ് ഒരു വെർട്ടെക്സ്, സി ആണ് ഒരു വെർട്ടെക്സ്. പി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും
ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്. സോ PQ ആണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ആ ചെറിയ ട്രയാങ്കിളിന്റെ PBCയുടെ ഹൈറ്റ് ഈ പെർപെൻഡിക്കുലർ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ PBCയുടെ ഹൈറ്റ് ആണ് PQ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ APC എങ്ങനെ കണ്ടുപിടിക്കും? APC ബേസ് AC ആയിട്ട് എടുക്കണം. സോ ഹാഫ് ഇൻറ്റു AC ഇൻറ്റു ഹൈറ്റ് ഏതാണ് എടുക്കണം? ആ ബേസിലേക്ക് വന്ന് ചേരുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് PR ആണ് അതിന്റെ ഹൈറ്റ്. പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ APB എങ്ങനെ കണ്ടുപിടിക്കും? APB അതിന്റെ ബേസ് AB ആയിട്ട് എടുത്താൽ ഹാഫ് ഇൻറ്റു AB ഇൻറ്റു ഹൈറ്റ് എന്തായിട്ട് എടുക്കേണ്ടി വരും നമ്മള്? ആ ബേസിലേക്ക് വന്ന് ചേരുന്ന ഓപ്പോസിറ്റ് APB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ബേസ് BC ആയിട്ട് എടുത്താൽ ആ ബേസിലേക്ക് വന്ന് ചേരുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള എന്ത് പെർപെൻഡിക്കുലർ ലൈന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. AP ഇൻറ്റു PS എടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അതാണ് ഇതിപ്പോ ഹാഫ് BH വഴിയാണ് ചെയ്തത്. ഹിറോൺസ് ഫോമിൽ വെച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ രീതിയിലും കണ്ടുപിടിക്കുന്ന ട്രയാങ്കിളിന്റെ ABCയുടെ ഏരിയ ഒന്നായിരിക്കും. 2 രീതിയിലും നമ്മൾ ട്രയാങ്കിളിന്റെ ABCയുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് 2 ഈക്വൽ ആണെന്ന് തെളിയിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ ഞാൻ പറഞ്ഞത് എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. അതിലൊരു ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം അത് വരയ്ക്കാം. ഫിഗർ ഇതാണ്. ഫിഗർ A, ഇവിടെയാണ് B, ഇവിടെയാണ് C. പിന്നെ ഒരു കേസ് ഉള്ളത്, ആ ട്രയാങ്കിളിനകത്ത് എന്തുണ്ട്, ഒരു സർക്കിൾ ഉണ്ട് എന്നുള്ളതാണ്. സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഒരു ലൈൻ, അത് പെർപെൻഡിക്കുലർ ആണോ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്ര? 6 സെന്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയാണ് ഫിഗറിലുള്ളത്. ബാക്കി നമുക്ക് എന്താന്ന് നോക്കാം. ട്രയാങ്കിൾ ABC ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. ഓക്കെ, സോ ഈ സർക്കിൾ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ടാൻജൻസാ. ഏത്? ഇപ്പൊ ഇതിന് പേരില്ല അല്ലെ? സോറി, ഈ ഒരു ലൈൻ ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഓക്കെ, പേരൊക്കെ നമുക്ക് കൊടുക്കാം. ABC ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ ഓഫ് റേഡിയസ് എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുത്തെ റേഡിയസ് എത്ര? 4 എന്ന് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് ദ സെഗ്മെന്റ്സ് BD ആൻഡ് DC into which BC divide എവിടെ? BC is divided by the point D are of length 8 centimeter and 6 centimeter. Okay, BDയും DCയും. ഓക്കെ, BDയും DCയും. ഓക്കെ, അപ്പം ഈ ഒരു BC എന്ന് പറയുന്ന ലൈനിനെ BD ആയിട്ടും DC ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് D എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് 8ഉം 6ഉം ആണ്. അപ്പം ഇവിടം വരെ 6, ഇവിടം വരെ 8. അപ്പം മൊത്തത്തിൽ 8 + 6 എന്ന് പറഞ്ഞാൽ 14 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ സൈഡ്സ് AB ആൻഡ് AC. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ABയും ACയും, ഈ 2 സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഓർത്തു വെക്കുക, എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ABയും ACയും ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ ഇത്രയാണ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് ആദ്യമേ ക്വസ്റ്റ്യൻ വരച്ചെടുക്കണം, അതിനുശേഷം സൊല്യൂഷൻ, പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാല് ഓക്കെ, നമ്മളിപ്പോ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഇത് നോക്കേ, ഈ ഒരു ഇത് എന്തായാലും ടാൻജന്റ് ആണ്. ഇതെന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. സോ ടാൻജന്റ്
റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ടാൻജന്റ് ആണ്, ഇതെന്തുവാ? റേഡിയസ്. സോ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 90 ഡിഗ്രി കിട്ടുമല്ലോ, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കാം? ഒരു റേഡിയസ് വരയ്ക്കാം. അത് എത്രയായിരിക്കും? 90. ഇത് മൂന്നും എന്താണ് അപ്പം ശരിക്കും പറഞ്ഞാൽ? റേഡിയസ് ആണ്. അത് 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രിയിലാണ് ടാൻജന്റുമായിട്ട് എന്ത് ചെയ്ത് മീറ്റ് ചെയ്തത്. സോ അപ്പൊ അവിടെ നമുക്ക് പേര് കൊടുക്കേണ്ടതായിട്ട് വരും. ഇയും എന്തുവാ? എഫ് എന്ന്. അപ്പം ഒരു കേസ് ഓർത്തോ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അപ്പം കൺസ്ട്രക്ഷൻ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് മറന്നു പോരുത്. അപ്പൊ ഏതാണ് ആദ്യമേ നമ്മൾ ചെയ്തത്? നമുക്ക് ഈ ഒരു റേഡിയസ് മാത്രമേ ഉള്ളായിരുന്നു. അത് 90 ഡിഗ്രി കൊടുത്തത് നമുക്ക് അറിയാവുന്നതാണ്. ടാൻജന്റും റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇങ്ങോട്ടും റേഡിയസ് വരച്ചു, ഇങ്ങോട്ടും റേഡിയസ് വരച്ചു, അവിടെ എല്ലാം 90 കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുശേഷം നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ജോയിൻ ചെയ്യാം. സിഒ, എഒ, പിന്നെ എന്ത് ജോയിൻ ചെയ്യാം? ബിഒ. ഇത് ഇത്രയും നമ്മൾ ജോയിൻ ചെയ്യണം. ആകെ എല്ലാം കൂടി ചെയ്ത് കുളമാക്കി കളയരുത്. വേണമെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് ഫിഗർ വരയ്ക്കാം നമുക്ക്. ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ വളരെ വലുതാക്കി വരയ്ക്കുവാണ്. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. ഇത് ഏതാണ്? എ, ഇത് ബി ആൻഡ് ഇത് സി. ഇവിടെ ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇത്രയും നമുക്ക് തന്നിട്ടുള്ളായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ 90 കൊടുക്കണം. ഇവിടെ ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ട് അവിടെ 90 കൊടുക്കണം. ഇവിടെ ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ 90 കൊടുക്കണം. ഏത് ജോയിൻ ചെയ്യണം? ഇത് O ആണ്. ഓൾറെഡി O അവിടെ ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു, അത് മറന്നു പോകരുത്. അപ്പൊ O ഇട്ടു, ഇത് ജോയിൻ ചെയ്തു. അത് ഞാൻ ഗ്രീൻ ഇങ്ക് കൊണ്ട് വരയ്ക്കാം അല്ലെ. അപ്പൊ ഇത് ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു. അതായത് സിഒയും ബിഒയും എഒയും എല്ലാം ജോയിൻ ചെയ്തു ഞാൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാല്, നോക്കിക്കേ, നമുക്കറിയാം സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ് എന്ത്? സി ഡിയും സി. ആ പേര് കൊടുത്തില്ല അല്ലെ. അപ്പൊ ഇതിന് ഇ എന്ന് പേര് കൊടുത്തു. ഇതിന് എന്തായിരുന്നു പേര്? എഫ്. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഒക്കെ. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ് സി ഡിയും സി എഫും. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജൻസിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ. സോ സി ഡി 6 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 6. ആ ഒരു ബോധം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ബി എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ് ബി ഡിയും ബിഇയും. അപ്പൊ ബി ഡി 8 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും എഫും എഇയും, എ എഫും എ എസും എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജൻസ് ആണ്. സോ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അതിന് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എക്സ് ഒരു 5 ആണെങ്കിൽ 5 + 6 11 ആയിരിക്കും എ സിയുടെ ലെങ്ത്. ഇവിടെ ഒരു 8 കിട്ടിയാൽ 8, ഇവിടെ ഒരു 4 കിട്ടിയാൽ 4 + 8 12. സോ എ ബിയുടെ ലെങ്ത് 12. അങ്ങനെ എ സിയും എ ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള നമ്മുടെ ജോലി. അപ്പൊ എക്സ് അത് കണ്ടുപിടിക്കണം ആദ്യം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഹിറോൺസ് ഫോമിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ട്രയാങ്കിൾ എ ബി സി, ഏതാ വലിയ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്, ട്രയാങ്കിൾ എ ബി സി. അതില് ബി സി എത്രയാണ്? ബി സി എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ബി സി 8 + 6 = അപ്പൊ നമുക്ക് എഴുതാം 8 + 6 = എത്ര? 40. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ ഉള്ളത്? എ സി എത്ര വരും? എ സി എന്ന് പറയുമ്പോൾ x + 6 അല്ലെങ്കിൽ 6 + x എന്ന് എഴുതാം. 6 + x എന്ന് എഴുതാൻ പറ്റുള്ളൂ. അത് നമുക്ക് എ ബി എന്തായിരിക്കും? 8 + x. എ ബി = 8 + x. അപ്പൊ ശ്രദ്ധിച്ച്, വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ വശങ്ങൾ എഴുതി വെച്ചു. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസാണ്, ഇവിടെ എത്ര കിട്ടും? ഈ ട്രയാങ്കിളിനകത്ത്
14, ഇവിടെ 6+x, ഇവിടെ എത്രയാണ് 8+x. ഈ ചെറിയ വലിയ ട്രയാങ്കിൾ ഞാൻ ചെറുതായിട്ട് വരച്ചു വെച്ചേക്കുക. സോ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും വിളിച്ചുകൂടെ? സോ നമുക്ക് എഴുതാൻ കഴിയണം അവിടെ a is equal to 14, b is equal to 6+x, c is equal to 8+x. അപ്പോ ഈ വലിയ ട്രയാങ്കിളിന്റെ എന്ത് എഴുതി വെച്ചേക്കുവാണ് നമ്മളിപ്പം? വശങ്ങള്. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി വെക്കുക 14 ഗ്രീൻ കൊണ്ട്, ഇവിടെ എത്രയാണ് 6+x ഗ്രീൻ കൊണ്ട്, ഇവിടെ എത്രയാ 8+x. അപ്പൊ ഈ 3 വശങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹിറോൺസ് ഫോർമുല വെച്ച് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഹിറോൺസ് ഫോർമുല വെച്ച് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഹിറോൺസ് ഫോർമുലയ്ക്ക് ആദ്യം എസ് വേണം. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞല്ലോ വലിയ ട്രയാങ്കിളിന്റെ. സോ എസ് ഇസ് ഈക്വൽ ടു a plus b plus c by 2. That is equal to 14 plus 6+x plus 8+x by 2. That is equal to 28 plus 2x by 2. 2 outside എടുത്ത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 14 plus x എന്ന് വരും. 14 plus x. ഓക്കെ, അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. എസ് കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? ഏരിയ ഇസ് ഈക്വൽ ടു ഫോർമുല എന്തുവാ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ളതാണ് ഹിറോൺസ് ഫോർമുലയുടെ ഫോർമുല. സോ ഇവിടെ ഞാൻ എഴുതുവാണ് റൂട്ട് ഓഫ് ഏതാണ്? എസ് 14+x ഇൻറ്റു എസ് മൈനസ് എ. അപ്പം നോക്കേ, 14+x നിന്നും എ കുറയ്ക്കണം. സോ 14+x മൈനസ് എത്ര? 14. പിന്നെ എന്ത് വരും? എസ് മൈനസ് ബി 14+x മൈനസ് എത്ര? ഇത്. സോ മൈനസ് ആയതുകൊണ്ട് -6 -x എന്ന് എഴുതാം. ഇൻറ്റു എസ് മൈനസ് സി. എസ് എത്രയാണ്? 14+x മൈനസ് സി എത്രയാ? 8+x. അപ്പൊ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ -8 -8 -x. അപ്പൊ ഇത് വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് 14+x അവിടെ തന്നെ കിടക്കും. ഈ 14 14 ക്യാൻസൽ ആയി പോകും. ഈ x വരും. ഇവിടുത്തെ x ക്യാൻസൽ ആകും. 14 - 6 എന്ന് പറയുമ്പോഴത്തേക്ക് 8 വരും. ഇവിടെ x ഇവിടെ ക്യാൻസൽ ആയി പോകും. 14 - 8 എന്ന് പറയുമ്പോൾ 6 വരും. സോ 8 6 are 48 into x 48x. റൂട്ട് ഓഫ് 48x into 14+x. ഇത്രയും മതി. റൂട്ട് ഓഫ് 48x into 18+x. ഇതിന് ചുമ്മാ എഴുതിയിട്ട് കഥയില്ല. ഇതിനെ നമ്മൾ എഴുതണം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to എത്ര? 6 8 റൂട്ട് ഓഫ് 48x into എത്ര? 14+x. സോ നമ്മൾ ബാക്കി ചെയ്യുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇതിനെ ഇക്വേഷൻ 1 എന്ന് പറയാം. ഇക്വേഷൻ 1ന്റെ LHS എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ഇനി നമ്മൾ ബോർഡ് വായിക്കുവാണ്. അപ്പൊ അതിനു മുമ്പ് ഒന്നുകൂടി പറയുവാണ്, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ വരച്ചു വെച്ചു. എന്നിട്ട് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ ഹിറോൺസ് ഫോർമുല അനുസരിച്ച് ഏരിയ കണ്ടുപിടിച്ചു. ഹിറോൺസ് ഫോർമുല അനുസരിച്ച് ഈ സൈഡ് എത്രയാണ്? 14. ഈ സൈഡ് x+6. ഈ സൈഡ് എത്ര? 8+x. അപ്പൊ ആ ഓരോ വശങ്ങളെയും നമ്മൾ ABC എന്ന് കൊടുക്കണം. ABC എന്ന് കൊടുത്തിട്ട് ആദ്യം എസ് കണ്ടുപിടിച്ചു, എന്നിട്ട് ഏരിയ കണ്ടുപിടിച്ചു ആ ഫോർമുലയ്ക്ക് അതിട്ട്. അപ്പൊ ഇവിടെ എല്ലാം എക്സ് വരുന്നുണ്ട്. ഏരിയ ഓഫ് ABC കിട്ടി. പക്ഷേ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം എന്താണ്? ഇവിടെ കിട്ടിയേക്കുന്ന ഏരിയ എക്സ് എന്ന് പറയുന്നത് ഇവിടെ അൺനോൺ വാല്യൂ ആണ്. ഈ എക്സ് അറിയാമെങ്കിൽ നമ്മൾ ഉദ്ദേശം എന്താണ്? AC-യുടെ ലെങ്തും AB-യുടെ ലെങ്തും കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ട്രയാങ്കിൾ ഏരിയ ഒന്നും ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിച്ചു വെച്ചു. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് എന്ത് കിടപ്പുണ്ട്? എക്സ് നമുക്ക് കിടപ്പുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് ഇനി അടുത്ത സെക്ഷനിനകത്തോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതി എടുക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ 1 ആയിട്ട് എഴുതിയിട്ടേക്കാം. ഞാനിത് വായിച്ചാലും മേളിൽ തന്നെ ഇടുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് വായിക്കുവാണ്. ഇനി അപ്പൊ നോക്കേ, ഇവിടെ മേളിൽ ചെറുതായിട്ട് എഴുതുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to
റൂട്ട് ഓഫ് 48x ഇൻറ്റു എത്ര 14+x. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുവാണ്, കാരണം എനിക്ക് ബോർഡിലെല്ലാം കൂടി എഴുതാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഹീറോഡ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചു. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ വലിയ ട്രയാങ്കിളിനെ 3 ട്രയാങ്കിൾ ആക്കി മാറ്റാം. ഒന്ന് OCB, 2 OBA, 3 OAC. അങ്ങനെ 3 ട്രയാങ്കിൾ ആക്കി മാറ്റിട്ട് അതിന്റെ ഏരിയ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴും ട്രയാങ്കിൾ ABCയുടെ ഏരിയ കിട്ടും. അപ്പോ നമുക്ക് എഴുതാം. അഗെയിൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് AR പിന്നെ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആർക്കും ഒരു ഡൗട്ട് വരരുത്. സോ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC, എവിടെ BOC താഴത്തെ ഈ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. സോ അതേതാണ് AOB, ഈ സൈഡിലത്തുള്ള ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ് AOC. അപ്പം എല്ലാം ആയല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഈ നോട്ട്സിൽ വരുന്ന കണക്ക് തന്നെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കിയെടുക്കുന്നത്. സോ BOC പിന്നെ ഏതാണ് AOB പിന്നെ അടുത്ത ഏതാ AOC. ഈ 3 ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ കണ്ടുപിടിച്ച് സം ചെയ്താൽ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആയി. സോ ഇത് ശ്രദ്ധിക്കുക, BOC എടുക്കുമ്പോൾ ഞാൻ ബേസ് ഇതാ എടുക്കുന്നത്, അതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഏതാ BC അല്ലേ ഇതിന്റെ ബേസ്, ഇൻറ്റു ഹൈറ്റ് ഏതാണ് OD. നോക്കെ ഈ ട്രയാങ്കിൾ മാത്രം നോക്കിയേ, ബേസ് BC, ബേസിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടക്സിൽ ഒരു പെർപെൻഡിക്കുലർ വന്ന് കയറിയിട്ടില്ലേ. സോ OD ആണ് ഈ ട്രയാങ്കിളിന്റെ എന്ത് ഹൈറ്റ്, മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 4 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ BC ബേസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ട്. So that is 4 centimeter. That is our height. That is the radius of the circle also. So അപ്പൊ ഈ ട്രയാങ്കിളിനകത്ത് എല്ലാം ആയി കഴിഞ്ഞു. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു എത്രയാണ് ഹൈറ്റ്, എത്രയാണ് OD പ്ലസ് ഈ ട്രയാങ്കിളിനകത്ത് AOBക്കകത്തോ AOB എവിടെ, അവിടെ നമുക്ക് ബേസ് AB ആയിട്ട് എടുക്കാം. സോ ഹാഫ് ഇൻറ്റു ബേസ് ഏതാ AB ഇൻറ്റു ഹൈറ്റ്, അവിടെ ഇതാണ് ഹൈറ്റ്, അത് എത്രയാണ് 4 തന്നെയാണ്, റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ അതിനെ OE എന്ന് എഴുതാം. പ്ലസ് ഇവിടെ എന്ത് വരും, ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC, അവിടെ ബേസ് AC ആയിട്ട് എടുക്കാം. ഹാഫ് ഇൻറ്റു AC ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോഴും ബേസ് AC അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബേസിലേക്ക് പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ട്, അതും എന്താണ് റേഡിയസ് 4 തന്നെയാണ്. സോ എന്നാലും അതിനെ OF എന്ന് കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് വാല്യൂസ് അങ്ങോട്ട് എഴുതുക. ഹാഫ് ഇൻറ്റു BC എത്രയാ, BC എന്ന് പറയുമ്പോൾ 8 6 14 നമുക്ക് അറിയാവുന്നതാണ്. ഇൻറ്റു OD എന്ന് പറയുമ്പോൾ 4 ആണ്. പ്ലസ് അപ്പുറത്ത് ഹാഫ് ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ അല്ല കേട്ടോ, ചുമ്മാ ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു AB എത്ര, ABയുടെ ലെങ്ത് ശ്രദ്ധിച്ചോണം, X പ്ലസ് 8. ഞാൻ എഴുതിയേക്കുന്നത് 8 പ്ലസ് X എന്നാണ് എഴുതിയേക്കുന്നത്. 8 പ്ലസ് X ഇൻറ്റു OE എത്രയാണ്, OE ഹൈറ്റ് എത്ര 4 പ്ലസ് ഹാഫ് ഇൻറ്റു AC എത്രയാണ് 6 പ്ലസ് X ഇൻറ്റു OF എത്രയാണ് 4. അപ്പൊ നോക്കേ എല്ലാത്തിലും നാണ്ടേ 1/2 ഇൻറ്റു 4 1/2 ഇൻറ്റു 4 എല്ലാ ടേംസിലും ഉണ്ട്. സോ നമുക്ക് 1/2 ഇൻറ്റു 4 നമുക്ക് പുറത്തെടുത്തിട്ട് ബാക്കി എടുക്കാം. ഇവിടെ എന്തുകൊണ്ട് 14, ഇവിടെ എന്തുകൊണ്ട് 8 പ്ലസ് X, പിന്നെ ഇവിടെ എന്തുകൊണ്ട് പ്ലസ് എത്ര 6 പ്ലസ് X. സോ നമുക്ക് ഇത് 2 ഉം 4 കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 വരും. 14ഉം 8ഉം കൂടി ആകുമ്പോഴത്തേക്ക് എന്ത് വരും 22 പ്ലസ് 6 എന്ത് വരും 28 പ്ലസ് എത്ര 2x എന്ന് വരും. X കൂടെ 2x. അപ്പൊ ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 28 ഇൻറ്റു 2 എന്ത് വരും 28 ഇൻറ്റു ഓക്കെ സോറി അങ്ങനെയല്ല 28 ഇൻറ്റു 2 അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുമോ നോക്കും നമ്മള്. സോ ഇവിടെ 2 ഇൻറ്റു ഒരു 2 ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും 14 പ്ലസ് X എന്ന് വരും. അതിന്റെ യൂസ് ചെയ്യാൻ പിന്നീട് പറഞ്ഞുതരാം. ഇങ്ങനെ തന്നെ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എത്ര 14 പ്ലസ് X. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പം
ആ ലാസ്റ്റത്തത് ഇവിടെ ഒന്നുകൂടെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to 4 into എത്ര 14 plus x. അപ്പൊ ഈ രണ്ട് രീതിയിലും ഇതിനെ നമ്മൾ എന്തെന്ന് കൊടുക്കണം, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ √48x into 14 plus x എന്നാണ്. ഇക്വേഷൻ നമ്പർ 2 പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 4 into 14 plus x എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എഴുതിയെടുക്കുക. അപ്പൊ നമ്മൾ ചെയ്തെന്താണ്, സെയിം ട്രയാങ്കിളിന് രണ്ട് രീതിയിൽ ഏരിയ കണ്ടുപിടിച്ചു. അപ്പൊ ഞാനിത് വായിക്കുവാണ്. അപ്പൊ ഇത് മേപ്പോട്ട് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to 4 into എത്ര 14 plus x. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇക്വേഷൻ നമ്പർ 1ന്റെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും LHS എന്താണ്, ഈക്വൽ ആണ്. സോ ഫ്രം 1 and 2 ഇക്വേഷൻ 1 ഉം 2 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ LHS രണ്ടിന്റെ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ RHSഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ RHS ഈക്വൽ ആയിട്ട് എഴുതാം. √48x into 14 plus x is equal to 4 into എത്ര 14 plus x. അപ്പൊ ഈ ഇക്വേഷന്റെ RHSഉം ഈ ഇക്വേഷന്റെ RHSഉം കൂടെ ഈക്വൽ എന്ന് എടുത്ത് എഴുതി. ഇതിനെ നമ്മൾ ഇനി സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. 48x into 14 plus x is equal to 4ന്റെ സ്ക്വയർ 16. ഇതിന്റെ സ്ക്വയർ a plus b the whole square ആണ്. അപ്പം വേണ്ട 14 plus x the whole square ഒന്നിടാം. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൂട്ട് പോവും, റൈറ്റ് സൈഡിൽ എന്ത് വരും, 4ന്റെ സ്ക്വയർ 16. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ച് കളയരുത്, 4 plus x the whole square തന്നെ എഴുതി വെച്ചേക്കണം. എന്നിട്ട് ശ്രദ്ധിക്കണം, 48x ഈ 16 ഇപ്പുറത്തൊന്ന് ഡിവൈഡ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ഇവിടെ 48x the whole plus x the whole square ഉണ്ട്. ഈ 48 plus x ഇപ്പുറത്തൊന്ന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ കട്ട് ആവുമ്പോൾ നമുക്ക് എന്ത് പറ്റും, 48x ആകുമ്പോഴത്തേക്ക് എന്ത് വരും, 3x. 16 കൊണ്ട് വെട്ടാം. 16 ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ 3 times ഇസിക്കൽ ടു ഇവിടെ പവറുകൾ തമ്മിൽ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. സോ 14 plus x എന്ന് കിട്ടും. ഇപ്പൊ നോക്കേ, 3x ഈ x ഇപ്പുറത്ത് വരുമ്പോ എത്ര, -x is equal to 14, 2x is equal to 14, ഫൈനലി x is equal to 7 കിട്ടി. സോ അപ്പൊ നോക്കി നമ്മൾ എന്തോ ചെയ്തത്, ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡുകൾ എടുത്ത് എഴുതി, റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം 14 plus x the whole square ചെയ്ത് വെക്കരുത്, കാര്യം ഇവിടെ ഒരു 14 plus x ഉണ്ടായതുകൊണ്ട് ക്യാൻസൽ ആയി പോവും. 14 plus x the whole square എന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ 16 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. 16 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3x is equal to 14 plus x എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 7 കിട്ടും. സോ എക്സിന്റെ വാല്യൂ 7 കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ AC is equal to x plus 6 അല്ലായിരുന്ന, ദാറ്റ് is equal to 7 plus 6. എക്സിന് വരും 7 കൊടുക്കണം. 7 plus 6 is equal to എത്ര വരും, 7 plus 6 is equal to എത്ര, 13 സെന്റിമീറ്റർ എന്ന് വരും. അതിനൊക്കെ തന്നെ അടുത്ത എന്തുവാ, AB is equal to എന്തുവാ, x plus 8 ആയിരുന്നു. അപ്പൊ എന്ത് വരും, 7 plus 8. 7 plus 8 എത്ര വരും, 15. സോ ഈ രണ്ട് ആൻസർ ആണ് നമുക്ക് വേണ്ടത്, 13ഉം 15ഉം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന്. അല്ല, ഇത് ഒരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ. കാര്യം വളരെ ഡിഫിക്കൽട്ട് ഒന്നും അല്ല, കുറെ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് അങ്ങ് ചെയ്തു പോകും. അതുപോലെ തന്നെ വളരെ എന്താ പറയാ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കേസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിമം ഒരു 5-6 ടൈംസ് എങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മേ ബി ഒരു 10 minutes കൂടുതൽ എടുത്തേക്കാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒരു 3 minutesനുള്ളിൽ ചെയ്ത് തീർക്കണം ഫൈനൽ എക്സാമിന്, അല്ലെങ്കിൽ പ്രാക്ടീസ് ആകുമ്പോൾ. എന്നാലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് പോകരുത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം മാത്സിലെ തന്നെ ഈ ഒരു ചാപ്റ്റർ അല്ല, ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് 5 minutes കൊണ്ടായിരിക്കും ആദ്യത്തെ ടൈം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ 5 minutes കൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പിന്നെ ആ സെയിം ക്വസ്റ്റ്യൻ കിട്ടിയാൽ 1 minute പോലും എടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ടെക്സ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് ചോദിക്കുന്ന സെയിം മോഡൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2 minute കൂടെ ഒരെണ്ണം എടുത്തേക്കാം. പക്ഷേ
കംപ്ലീറ്റ്ലി ടെക്സ്റ്റിൽ നിന്ന് പുറത്തുള്ള കുറച്ച് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് കുറച്ച് ടൈം നമുക്ക് എടുക്കാം ഇത്തിരി. പക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇതിനൊക്കെ ഒരു 3 minutes കൊണ്ട് ചെയ്ത് തീർത്തിരിക്കണം. 3 minutes തന്നെ മാക്സിമം ആണ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ചെയ്യേണ്ട കുറച്ച് ബേസ് സ്റ്റാർട്ടിങ് ഉണ്ട്, അത് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാൻ ഓടിച്ച്. ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ ഫിഗറിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഹിറോൺസ് ഫോമിൽ വെച്ച് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതിനെ മേളിൽ എഴുതി വെക്കണം. എന്നിട്ട് ട്രയാങ്കിൾസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഓരോന്നിന്റെ ഏരിയ എടുത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം, RHS ഇക്വേറ്റ് ചെയ്യണം, എക്സിന്റെ വാല്യൂ കിട്ടും, എന്നിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ചെയ്തതോടുകൂടി നമ്മുടെ സർക്കിൾസ് ഇവിടെ തീർന്നിരിക്കുവാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഞാൻ ചെയ്യാൻ വെച്ചിരുന്നതാണ്, ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ആവുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതിന്റെ ഒരു അടുത്ത പാർട്ട് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സർക്കിൾസ്. അപ്പം ആദ്യമുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ആർക്ക് വേണമെങ്കിലും സർക്കിൾസിന്റെ ഇനി എന്ത് ഡൗട്ട് വേണമെങ്കിലും വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ലൈവായിട്ട് ആ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അത് 1-2 പ്രാവശ്യം നോക്കിയതിന് ശേഷമേ വരാവൂ. അപ്പൊ ലൈവായിട്ട് ഒന്നിൽ ബോർഡിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ സർക്കിൾസിനകത്ത് നിന്ന് ടോപ്പിക്സ് ഒന്നും ഡിലീറ്റ് ചെയ്യാത്ത ഒരു ചാപ്റ്റർ ആണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടും. 1, 2, 3 കൺസെപ്റ്റ് ആണ്ട് ഇതിനകത്ത് ആകപ്പാടെ ഉള്ളൂ. ഏതാണ്? ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ടു സർക്കിൾ ആർ ഈക്വൽ, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 degree. പിന്നെ വേറെ എന്തോ ഒരെണ്ണം കൂടി, അത്രയും കൂടി ഉള്ളൂ. വേറെ ഇപ്പൊ ഇന്ന് പഠിച്ചതായിരുന്നു ആംഗിൾസ് ബിറ്റ്വീൻ ടാൻജൻസ് ആൻഡ് മറ്റേ 2 ലൈൻ സെഗ്മെന്റ്സിന് ഇടയിലുള്ള ആംഗിൾസ് എത്ര സപ്ലിമെന്ററി ആംഗിൾ ആണെന്നുള്ളത്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സർക്കിളിലേക്ക് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കാം, 2 പാരലൽ ടാൻജൻസ് ആണുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഇൻഫോം ചെയ്യുക. ഓക്കെ, ടെലിഗ്രാമിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഒരു മുമ്പ് ഇത് ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ സ്ക്രീൻഷോട്ട് എടുത്തോളുക. പിന്നെ ആർക്കാണെങ്കിലും നോട്ട്സ് ഞാൻ ടെലിഗ്രാം നമ്പർ കൊടുത്തിട്ടുണ്ട്, ആർക്കാണെങ്കിലും ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.